എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം ലോകത്തെ ഏറ്റവും കൂടുതൽ പണം ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സെയിൽസിലുള്ള അംഗങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് സെയിൽസ് പീപ്പിൾ ഫോളോ ചെയ്യുന്ന ഒരു 7 കാര്യങ്ങളുണ്ട്. അവർക്കതിൽ വളരെ വളരെ ക്ലാരിറ്റി ഉള്ള ആ 7 കാര്യങ്ങൾ സെയിൽസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികളും ഒന്ന് മനസ്സിലാക്കി വയ്ക്കുന്നത് നമ്മൾ എത്രത്തോളം ഫോക്കസ് ചെയ്ത് സെയിൽ ചെയ്യണമെന്നുള്ളതിന് തീർച്ചയായിട്ടും സഹായിക്കുന്ന കാര്യങ്ങളായിരിക്കും. ഒന്നാമത്തത്, എക്സാക്റ്റായിട്ട് എത്ര ആനുവൽ ഇൻകം അവർക്ക് ഏൺ ചെയ്യണം. അതായത് ഓരോ രൂപയടക്കം എത്ര രൂപ കറക്റ്റായിട്ട് ഈ വർഷം എനിക്ക് വരുമാനം ഉണ്ടാകണമെന്ന് ഡിസൈൻ ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ് അവർ. അങ്ങനെ ഡിസൈൻ ചെയ്യാൻ പറയുന്നതിൻ്റെ കാരണം ലോകത്ത് സ്വന്തമായി ശമ്പളം തീരുമാനിക്കാൻ പറ്റുന്ന ഒരേ ഒരു മേഖല സെയിൽസാണ് ശരിക്കും. കാരണം സെയിൽസ് രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ സാലറിയേക്കാളും ഉപരി വേരിയബിൾ പേ അല്ലെങ്കിൽ ഇൻസെൻറ്റീവ് അത്തരത്തിലുള്ള ശമ്പള രീതികളാണ് പല കമ്പനികളിലും ഉള്ളത്. കാരണം നല്ല ക്യാപ്പബിൾ ആയിട്ടുള്ള സെയിൽസ് പേഴ്സൺ ആണ് എങ്കിൽ അവർക്ക് തന്നെ ഡിസൈൻ ചെയ്യാം എത്ര ഇൻകം ഏൺ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആനുവൽ ഇൻകം എത്ര വേണമെന്ന് ഡിസൈൻ ചെയ്ത് ഡിഫൈൻ ചെയ്ത് വർക്ക് ചെയ്യുന്നവരാണ് ഏറ്റവും മികച്ച സെയിൽസ് പീപ്പിൾ. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കമ്പനിയുടെ ഓരോ പ്ലാനിനെ പറ്റിയും വ്യക്തമായ ധാരണ. അതായത് കമ്പനി എന്താണ് ഈ വർഷം, ഇപ്പോൾ ഒരു പുതിയ ആനുവൽ ഇയർ ബിസിനസ് ഇയറൊക്കെ തുടങ്ങുന്നു. അപ്പോൾ ആ ഒരു പുതിയ വർഷത്തിൽ കമ്പനിയുടെ പദ്ധതികൾ എന്തൊക്കെയാണ്, ഏതൊക്കെ പുതിയ പ്രൊഡക്റ്റ് വരാനിരിക്കുന്നു, അല്ലെങ്കിൽ കമ്പനിയുടെ പ്രൈസിങ് രീതിയിൽ വല്ല മാറ്റമുണ്ടോ, കമ്പനി നൽകുന്ന പുതിയ ഓഫറിങ് എന്താണ്, ഇതെല്ലാം വ്യക്തമായി മനസ്സിലാക്കി വർക്ക് ചെയ്യുന്നവരായിരിക്കും. കാരണം എന്നാലാണ് അവർക്ക് ഇൻകം മാക്സിമൈസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇൻകവുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് അവർ ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നത്. മൂന്നാമത്തെ കാര്യം, എക്സാക്ട്ലി എത്ര റവന്യൂ ആണ് അവർ ഈ വർഷം സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം ഒരു ടാർഗറ്റഡ് ഇൻകം, വീണ്ടും ഞാൻ പറയുകയാണ്, അവർക്ക് അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ അവർക്കൊരു ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഇൻകം ഉണ്ട്. ആ ഇൻകം ഏൺ ചെയ്യണമെങ്കിൽ എത്ര റവന്യൂ കമ്പനിയിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ എത്ര ബിസിനസ് ചെയ്യണം, എത്രത്തോളം കമ്പനി നൽകിയിരിക്കുന്ന പ്ലാൻ പ്രകാരം കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം എന്നുള്ള ക്ലിയർ ക്ലാരിറ്റി ഉള്ള ആളുകളായിരിക്കും. നാലാമത്തെ കാര്യം, അവർക്ക് ആവറേജ് ഡീൽ സൈസ് അല്ലെങ്കിൽ ആവറേജ് ബാസ്ക്കറ്റ് സൈസ്, ആവറേജ് ബിൽ വാല്യൂ, അതുപോലെ എത്ര നമ്പർ ഓഫ് ഡീൽ ക്ലോസ് ചെയ്യണം അവരുടെ റവന്യൂ ടാർഗറ്റ് റീച്ച് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഏത് ഡീൽ സൈസിലുള്ള ഡീലുകൾ ക്ലോസ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ക്ലാരിറ്റി ഉള്ള ആളുകളാണ്. കാരണം വെറുതെ എങ്ങനെയെങ്കിലും ടാർഗറ്റ് അച്ചീവ് ചെയ്യുക എന്നുള്ളതല്ല. ടാർഗറ്റ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര നമ്പർ ഓഫ് കസ്റ്റമർ വേണം, എത്ര ആവറേജ് ഡീൽ സൈസ് വേണം, അല്ലെങ്കിൽ ആവറേജ് ബിൽ വാല്യൂ വേണം, അതുപോലെ തന്നെ എത്ര ആളുകളെ അറ്റംപ്റ്റ് ചെയ്യുമ്പോഴാണ് ഈ ബിസിനസ് ക്ലോസ് ചെയ്യാൻ പറ്റുന്നത്. ഇങ്ങനെ ഓരോ ഫിഗേഴ്സിനെ പറ്റിയും ക്ലാരിറ്റിയോടുകൂടി പ്രവർത്തിക്കുന്നവരാണ്. അഞ്ചാമത്തെ കാര്യം, അവരുടെ പേഴ്സണൽ ക്ലോസിംഗ് റേറ്റ് എന്ന് പറയുമ്പോൾ സെയിൽസ് ക്ലോസ് ചെയ്യാൻ എത്ര പ്രോസ്പെക്റ്റിനെ കാണുമ്പോഴാണ് എത്ര ക്ലോസിങ് നടക്കുന്നത്, അതുപോലെ എത്ര പുതിയ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ പ്രോസ്പെക്ട്സ് ഉണ്ടായാലാണ് അവർക്ക് റവന്യൂ ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ പറ്റുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ക്ലാരിറ്റി ഉള്ളവരായിരിക്കും. ആറാമത്തെ കാര്യം, അവരുടെ ഒരു ഡെയിലി ആക്ടിവിറ്റി എങ്ങനെ ആയിരിക്കണം എന്ന് പ്രോപ്പർ ഷെഡ്യൂളുള്ള ആളുകളാണ്. കാരണം എങ്ങനെ പ്രോപ്പറായിട്ടൊരു ഷെഡ്യൂൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ഓപ്പർച്യൂണിറ്റി ടാപ്പ് ചെയ്യാൻ പറ്റും, അവരുദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ പറ്റും. അതായത് ഒരു വ്യക്തമായ ആക്ഷൻ പ്ലാനോടുകൂടി വർക്ക് ചെയ്യുന്നവരും ഡെയിലി ആക്ടിവിറ്റി ട്രാക്കർ ഉള്ളവരുമാണ് എന്നർത്ഥം. ആൻഡ് ഫൈനലി, അവർക്ക് ഏറ്റവും ക്ലാരിറ്റി ഉണ്ടായിരിക്കുന്ന കാര്യം ഇവിടെയാണ്, ദ സ്പെസിഫിക് സ്കിൽ ദേ നീഡ് ടു ഇംപ്രൂവ് ദ എൻറ്റയർ സിസ്റ്റം. നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് റിഫൈൻഡായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ സ്കിൽ അഡീഷൻസ് ഉണ്ടാവണം. ഓരോ വർഷവും ഓരോ മാസവും ഓരോ പുതിയ ദിവസങ്ങളിലും എന്ത് സ്കില്ല് ഞാൻ അക്വയർ ചെയ്യണം, എന്ത് കഴിവ് ഞാൻ ആർജിക്കണം. ഇന്നിപ്പോൾ പുതിയ ടെക്നോളജി വന്നു, സെയിൽസ് രംഗത്താണെങ്കിലും പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഡാറ്റ അനലൈസ് ചെയ്ത് കാര്യങ്ങൾ പോകണം, പാറ്റേൺ ഓഫ് സെയിൽസ് ചിലപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വരും, കസ്റ്റമറെ കാറ്റഗറൈസ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ ഓരോ കാര്യങ്ങളെ പറ്റിയും ക്ലിയർ ക്ലാരിറ്റി ഉണ്ടാവണമെങ്കിൽ നമ്മുടെ കഴിവുകൾ അതിനനുസരിച്ച് വർദ്ധിക്കണം. ചുരുക്കി പറഞ്ഞാൽ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ ക്ലാരിറ്റി ഈസ് പവർ. ക്ലാരിറ്റി ഈസ് പവർ എന്ന് പറയാൻ കാരണം ഓരോ കാര്യങ്ങളെപ്പറ്റിയും വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ അത് തന്നെ സെയിൽസ് രംഗത്ത് ശോഭിക്കാനുള്ള യഥാർത്ഥ ശക്തിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു സിസ്റ്റമാറ്റിക് അപ്രോച്ചിലാണ് സെയിൽസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ശക്തന്മാരായ ആളുകൾ, നല്ല രീതിയിൽ സമ്പാദിക്കുന്ന ആളുകൾ വളരുന്നതെന്ന് മനസ്സിലാക്കുക. മറ്റുള്ളവർക്കും അത് ഫോളോ ചെയ്യാവുന്നതാണ്. താങ്ക് യു.